ബിഗ് ബോസ് സീസൺ 6 ഒരു കോംബോ ആയിരുന്നു ജാസ്മിനും ഗബ്രിയും. അപ്പോൾ ഗബ്രി ഇപ്പോൾ ഔട്ടായി. അതിനുശേഷം ജാസ്മിൻ ഇപ്പോൾ ഒറ്റയ്ക്കായ ഒരു അവസ്ഥയിലാണ്. ഗബ്രി ഔട്ടാവാൻ കാരണം ജാസ്മിനാണ് എന്നാണ് പ്രേക്ഷകർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു സെയിം കാര്യത്തിലാണ് ഇന്നവിടെ വഴക്ക് നടന്നിരിക്കുന്നത്. വഴക്കുണ്ടാക്കിയത് വേറെ ആരുമല്ല, ജാസ്മിനും ജിൻഡോയും തമ്മിലാണ്. ജാസ്മിൻ ഗബ്രി പോയതിൽ പിന്നെ കുറച്ച് ഡൗണാണ്, വിഷമമൊക്കെ ഉണ്ട്. ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് റിയലാണോ അതോ ഡ്രാമയാണോ എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ആൾ റിയലാണെന്ന് കാണിക്കാനാണോ ഇത്രയും പാടുപെടുന്നത് എന്നറിയില്ല. എന്തും ഇതിപ്പോൾ റിയലാണെങ്കിലും ഡ്രാമയാണെങ്കിലും എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇന്ന് അടി ഉണ്ടാവാൻ കാരണം ഈ ജിൻഡോ എന്തോ പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ അത് കയറിപ്പിടിച്ചു. ജാസ്മിൻ പറഞ്ഞു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയാൻ പറഞ്ഞു. ജിൻഡോ പറഞ്ഞു, ഞാൻ മുഖത്ത് നോക്കി തന്നെ പറയും. ഗബ്രി ഔട്ടാവാൻ കാരണം നീ ഒറ്റ ഒരാളാണ്, മാത്രമല്ല അവൻ പോയതിൽ നിനക്ക് ഒരു സങ്കടവും ഇല്ല എന്നൊക്കെയാണ് ജിൻഡോ പറയുന്നത്. പ്രേക്ഷകരുടെ മനസ്സ് മനസ്സിലാക്കി പറയുന്ന പോലെ തന്നെ ഇവിടെ പുറത്ത് നടക്കുന്ന സെയിം കാര്യമാണ് ജിൻഡോ ഇന്ന് ജാസ്മിനോട് പറഞ്ഞത്. പക്ഷേ ജാസ്മിൻ അത് അംഗീകരിക്കാൻ തയ്യാറാവില്ല, അത് ജിൻഡോയ്ക്കും അറിയാം. പക്ഷേ ജാസ്മിൻ്റെ വായിൽ നിന്ന് തന്നെ എന്തോ വീണ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ജിൻഡോ ഇത് അവിടെ പറയാൻ കാരണം. പക്ഷേ ജിൻഡോ അതിൽ ജയിക്കുകയും ചെയ്തു കേട്ടോ. കാരണം ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഗബ്രി പോകാൻ കാരണം നീയാണ്, അവൻ നല്ല ഗെയിമറാണ്. അതുവരെ ജിൻഡോ അംഗീകരിക്കുന്നുണ്ട്, അവൻ നല്ല ഗെയിമറാണ്. പക്ഷേ പോവാൻ ഒരേ ഒരു കാരണം നിങ്ങൾ കോംബോ കളിച്ചത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അവനായിരുന്നില്ല പോകേണ്ടത്, നീയായിരുന്നു പോകേണ്ടത് എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. ലാസ്റ്റ് ജാസ്മിൻ തന്നെ പറയാണ്, അവൻ നിന്നാലും പോയാലും അത് എൻ്റെ ഗെയിം എന്ന് പറഞ്ഞു. ഇത് വീണ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജിൻഡോ ഇത്രയും അവളെ പ്രൊവോക്ക് ചെയ്താൽ നോക്കിയത്. പക്ഷേ വിഷമമുള്ള ഒരാളാണെങ്കിൽ ഒരു 2-3 ദിവസം ആരോടും അങ്ങനെ തർക്കിക്കാനോ ഇതിനൊന്നും പോകാനുള്ളൊരു മനസ്സുണ്ടാവും എന്ന് തോന്നുന്നില്ല. പക്ഷേ സ്വിച്ച് ഇട്ട പോലെയാണ് ജാസ്മിന് ഇമോഷൻസ് മാറി മാറി വരുന്നത്. ചിലപ്പോൾ ഒരു സമയത്ത് വിഷമിച്ചിരിക്കുന്ന കാണാം, പക്ഷേ അടുത്ത സമയത്ത് ആരെങ്കിലും വർത്തമാനം പറയാൻ വന്നു നിന്നാൽ വാദോരാതെ സംസാരിക്കുന്നത് കാണാം. ആരെങ്കിലും കുറച്ച് ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ അവരോട് ദേഷ്യപ്പെടുന്നത് കാണാം, എല്ലാം കാണാം. ജാസ്മിൻ്റെ സ്വഭാവം തീരെ നമുക്കങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുച്ഛഭാവം, ബാക്കി എല്ലാവരെയും ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത സംസാരമൊക്കെയാണ്